മധ്യ അഫ്ഗാനിസ്ഥാനിലെ ഒരു പ്രധാന പട്ടണമാണ് ബാമിയാൻ. രാജ്യതലസ്ഥാനമായ കാബൂളിൽ നിന്ന് ഏകദേശം 130 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി ബാമിയൻ താഴ്വരയിൽ 8495 അടി ഉയരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ബാമിയന്റെ ചരിത്രം ചികഞ്ഞുപോയാൽ നമ്മൾ എത്തിച്ചേരുന്നത് 2-ാം നൂറ്റാണ്ടിലായിരിക്കും. അതായത് 2-ാം നൂറ്റാണ്ട് മുതൽ സജീവമായ ഒരു പട്ടണമായിരുന്നു ബാമിയാൻ. 5-ാം നൂറ്റാണ്ടിൽ നിന്നുള്ള ചില ചൈനീസ് സ്രോതസ്സുകളിലാണ് ഈ ഒരു പട്ടണത്തെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നത്. ചൈനീസ് ബുദ്ധ സന്യാസിമാരും സഞ്ചാരികളുമായിരുന്ന ഫാക്സിയൻ, സുവാൻസാങ് എന്നിവരുടെ യാത്രാരേഖകളിൽ അവരിവിടെ സന്ദർശിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെ വാണിജ്യത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ഒരു പ്രധാന കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം. അതിനാൽ തന്നെ 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലുമാണ് ഇവിടെ ബുദ്ധന്റെ 2 കൂറ്റൻ പ്രതിമകൾ നിർമ്മിക്കപ്പെടുന്നത്. അതിലൊന്ന് 175 അടി ഉയരവും ചെറുതിന് 120 അടി ഉയരവും ഉണ്ടായിരുന്നു. മാത്രമല്ല നല്ല മികച്ച രീതിയിൽ പ്ലാസ്റ്റർ ചെയ്ത് പെയിന്റ് അടിച്ച ആ പ്രതിമയിൽ സുവാൻസാങ് സന്ദർശിക്കുന്ന കാലത്തൊക്കെ തന്നെ സ്വർണം കൊണ്ടും രത്നം കൊണ്ടുമെല്ലാം മനോഹരമായി അലങ്കരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ പാറകളിലെ പൊത്തുകളിലെല്ലാം അന്ന് ബുദ്ധ സന്യാസിമാരും താമസിച്ചു പോന്നിരുന്നു. പല ഗുഹകളും മനോഹരമായ ചുമർ ചിത്രങ്ങൾ കൊണ്ട് ആകർഷണീയമായിരുന്നു. അതിലെ ഏറ്റവും വലിയ പ്രതിമയ്ക്ക് സൽസൽ എന്നായിരുന്നു പേര്. പ്രപഞ്ചത്തിലൂടെ പ്രകാശം പ്രകാശിക്കുന്നു എന്നാണ് അതിനർത്ഥം. മാത്രമല്ല അതൊരു പുരുഷനെ പ്രതിനിധാനം ചെയ്യുന്നതായിരുന്നു, അതായത് ബുദ്ധനെ. 2ാമത്തെ പ്രതിമയുടെ പേര് ഷാമാമ എന്നായിരുന്നു, അതായത് രാജ്ഞിയമ്മ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതൊരു സ്ത്രീരൂപമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് ആധികാരികമായ തെളിവൊന്നും തന്നെ ഇന്നും നമ്മുടെ പക്കലില്ല. സെൻട്രൽ ഏഷ്യയിൽ നിന്നുള്ള നാടോടി വംശമായ ഹെപ്പറ്റലിസ് ഇവിടെ ഭരിക്കുന്ന കാലത്താണ് ഈ ബുദ്ധപ്രതിമകൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്നത്. എന്നാൽ ഈ ഒരു നാടോടി വംശം ഒരിക്കലും ബുദ്ധവിശ്വാസികളായിരുന്നില്ല. മറിച്ച് ഇവർക്ക് ഇവരുടേതായ പ്രത്യേകം ദേവതമാരുണ്ടായിരുന്നു. എങ്കിലും ഇവരുടെ ഭരണത്തിൻ കീഴിലാണ് ഇവിടെ ബുദ്ധകേന്ദ്രങ്ങൾ സജീവമാകുന്നത്. പിന്നീടാണ് കുഷാന വംശം ബൊമിയാന്റെ ഭരണത്തിലേറുന്നത്. കുഷാനന്മാരുടെ കാലത്ത് ഈ പട്ടണം ഒന്നുകൂടി വിപുലമാകാൻ തുടങ്ങി. തന്നെയുമല്ല അന്നൊക്കെ റോം, പേർഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുമായൊക്കെ സിൽക്ക് റോഡ് വഴിയുള്ള കച്ചവട ബന്ധങ്ങളും കുഷാനന്മാർക്കുണ്ടായിരുന്നു. പിന്നീടാണ് 8-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഇസ്ലാമിക അധിനിവേശമുണ്ടാകുന്നത്. അതോടെ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രം മെല്ലെ മെല്ലെ ക്ഷയിച്ച് അതിൻ്റെ അന്ത്യത്തിലേക്കും എത്തിത്തുടങ്ങി. പക്ഷേ അപ്പോഴും ഈ പ്രതിമകൾ ബൊമിയാനിൽ അങ്ങനെ പ്രൗഢിയോടെ തന്നെ നിലനിന്നിരുന്നു. അതിനിടയിൽ 1200കളിൽ ചങ്കിസ് ഖാൻ ബൊമിയാൻ താഴ്വര ആക്രമിക്കുകയുണ്ടായി. അന്ന് താഴ്വരയിലെ ആളുകളെയെല്ലാം അദ്ദേഹം കൊന്നൊടുക്കിയെങ്കിലും ആ ഒരു ആക്രമണത്തിൽ ഈ പ്രതിമകൾക്ക് നാശമൊന്നും തന്നെ സംഭവിച്ചില്ല. പിന്നീട് 17-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബ് ഇത് നശിപ്പിക്കാൻ ഉത്തരവിട്ടെങ്കിലും ചെറിയ ചില കേടുപാടുകൾ ഒഴിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ പ്രതിമയ്ക്ക് അന്നും സംഭവിച്ചിരുന്നില്ല. പിന്നീട് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ബ്രിട്ടനും റഷ്യയും തമ്മിൽ അഫ്ഗാനിസ്ഥാനിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സോവിയറ്റ് യൂണിയന്റെ സൈനിക അധിനിവേശം അഫ്ഗാനിസ്ഥാനിൽ നിരവധി ആഭ്യന്തര യുദ്ധങ്ങൾക്ക് വഴിവെച്ചു. അഫ്ഗാൻ ഇസ്ലാമിക കലാപകാരികളും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും തമ്മിലുള്ള പോരാട്ടങ്ങൾക്കിടയിൽ മതവിദ്യാർത്ഥികൾ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനമായി താലിബാൻ ഉയർന്നുവന്നു. 1996 മുതൽ 2001 വരെ നീണ്ടുനിന്ന താലിബാൻ ഭരണകൂടത്തിൽ പൂർണ്ണമായും അഫ്ഗാനിസ്ഥാൻ ശരിയ ലോയിലേക്ക് മാറുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. താലിബാൻ ഭരണകൂടത്തിന്റെ അവസാന വർഷമായ 2001 ഫെബ്രുവരി 26-നാണ് താലിബാൻ നേതാവായ മുല്ല മുഹമ്മദ് ഉമർ അഫ്ഗാനിസ്ഥാനിലെ എല്ലാ പ്രതിമകളും ഭാവിയിൽ ആർക്കും ആരാധിക്കാനോ ബഹുമാനിക്കാനോ കഴിയാത്ത വിധം നശിപ്പിക്കാൻ ഉത്തരവിടുന്നത്. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധിയായിരുന്ന മൈക്കൽ സെമ്പൽ പറയുന്നതനുസരിച്ച് മുഹമ്മദ് ഉമർ ബുദ്ധപ്രതിമകൾ തകർക്കാൻ തയ്യാറായിരുന്നില്ലെന്നും താലിബാനിലെ തന്നെ മറ്റൊരു പ്രാദേശിക നേതാവായ അബ്ദുൾ വഹേബാണ് ഇത് തകർക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതെന്നും പറയപ്പെടുന്നു. ബുദ്ധപ്രതിമകളുടെ തലകളിൽ ദ്വാരങ്ങളുണ്ടാക്കി അതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് നശിപ്പിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. ആരു തന്നെ നേതൃത്വം നൽകിയാലും ഒടുവിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രവും പേറി നിലനിന്നിരുന്ന ഒരു കാലത്ത് അഫ്ഗാൻ സ്റ്റാമ്പുകളിൽ പോലും ഇടം പിടിച്ച ആ മനോഹരമായ പ്രതിമകൾ അവർ തകർത്തു കളയുക തന്നെ ചെയ്തു. 2001 മാർച്ച് 1-നാണ് അഫ്ഗാനിസ്ഥാനിൽ മനുഷ്യരെ ചിത്രീകരിക്കുന്ന എല്ലാ പ്രതിമകളും നശിപ്പിക്കുമെന്ന് താലിബാൻ പ്രഖ്യാപിക്കുന്നത്. ശേഷമാണ് ബുദ്ധപ്രതിമകളെ തകർക്കാനുള്ള പ്രവർത്തനങ്ങൾ മാർച്ച് 2-ന് ആരംഭിച്ചത്. അങ്ങനെ ആഴ്ചകളോളം നീണ്ടുനിന്ന പ്രവർത്തനത്തിന്റെ ഫലമായി 5-ാം നൂറ്റാണ്ടു മുതൽ പ്രൗഢിയോടെ നിലനിന്നിരുന്ന ആ 2 കൂറ്റൻ ബുദ്ധപ്രതിമകളും താലിബാൻ തകർത്തു കളഞ്ഞു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇത് തകർക്കരുതെന്ന ആവശ്യങ്ങൾ പലരും ഉന്നയിച്ചെങ്കിലും
താലിബാൻ അതിനു വഴങ്ങിയില്ലെന്നു മാത്രമല്ല 2001 മാർച്ച് 6 ബ്രിട്ടീഷ് പത്രമായ ദി ടൈമിൽ മുഹമ്മദ് ഉമർ പറഞ്ഞ വാക്കുകൾ ഏറെ പ്രശസ്തമായിരുന്നു. മുസ്ലിങ്ങൾ വിഗ്രഹങ്ങൾ തകർക്കുന്നതിൽ അഭിമാനിക്കണം. അത് നമ്മൾ നശിപ്പിച്ചത് ദൈവത്തിനു വേണ്ടിയാണ്. ഇതുകൂടാതെ താലിബാൻ മതകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലും ഇത് ഇസ്ലാമിക നിയമപ്രകാരമാണ് തകർത്തതെന്ന് വ്യക്തമാക്കിയിരുന്നു. ഒടുവിൽ 2004 അമേരിക്കയുടെ അഫ്ഗാൻ അധിനിവേശത്തെ തുടർന്ന് നാടുകടത്തപ്പെട്ട ഒമർ ഒരു അഭിമുഖത്തിൽ ബുദ്ധ പ്രതിമകൾ തകർത്തതിനെക്കുറിച്ച് വീണ്ടും പരാമർശിക്കുന്നുണ്ട്. ഒമറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഭൂമിയാൻ ബുദ്ധനെ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ചില വിദേശികൾ എൻ്റെ അടുത്തുവന്ന് മഴ കാരണം നേരിയ കേടുപാടുകൾ സംഭവിച്ച ഭൂമിയാൻ ബുദ്ധന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുകയുണ്ടായി. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു രാജ്യത്ത് ഇത്രയധികം ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് അവരെയൊന്നും തന്നെ പരിഗണിക്കാതെ ബുദ്ധനെ പോലെ ജീവനില്ലാത്ത വസ്തുക്കളെക്കുറിച്ച് അവർക്ക് വളരെയേറെ ആശങ്കയുണ്ടായിരുന്നു. അത് തികച്ചും തെറ്റായ ഒരു പ്രവണതയായി എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് നശിപ്പിക്കാൻ ഉത്തരവിടുകയായിരുന്നു. ഈ വിദേശികൾ ഒരു സാമൂഹിക സേവനത്തിനായി വന്നിരുന്നെങ്കിൽ ഞാൻ ആ പ്രതിമകൾ ഒരിക്കലും തകർക്കില്ലായിരുന്നു. അപ്പോഴും അദ്ദേഹം ആ പ്രതിമകൾ ഇല്ലാതാക്കിയതിനെ ന്യായീകരിക്കുക തന്നെയാണ് ചെയ്തത്. താലിബാൻ ഈ പ്രതിമ തകർത്ത സമയത്ത് സൗദിയും UAEയും ഇതിനെ താലിബാന്റെ ക്രൂരതയെന്ന് വിശേഷിപ്പിക്കുക പോലും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ താലിബാനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവിടെയുള്ള പുരാവസ്തുക്കൾ നശിപ്പിക്കാതെ തങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചാൽ തങ്ങളത് വെറും മനുഷ്യരാശിക്കായി സൂക്ഷിച്ചു വയ്ക്കുമെന്ന നിർദ്ദേശവും മുൻപോട്ട് വെച്ചെങ്കിലും അതും അവർ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അതിനു പുറമെ ബുദ്ധപ്രതിമകൾ തകർക്കാതിരിക്കാനായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന മൊയിനുദ്ദീൻ ഹൈദരി ഒമറുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. മുസ്ലിങ്ങൾ മറ്റ് മതങ്ങളിലെ ദൈവങ്ങളെ അപകീർത്തിപ്പെടുത്തരുതെന്ന് പറയുന്ന ഖുർആൻ വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് കൂട്ടത്തിൽ ഈജിപ്ത് മറ്റു പുരാതന മതകേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നതിനെ ചൂണ്ടിക്കാട്ടിയുമായിരുന്നു അദ്ദേഹം അന്ന് സംസാരിച്ചത്. മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധന്മാർ ഇസ്ലാമിനേക്കാൾ പഴക്കമുള്ളതാണെന്നും അതിലൂടെ കടന്നുപോയ മറ്റു പല മുസ്ലിങ്ങളും ഇത് തകർക്കാൻ തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒരുപക്ഷെ അന്ന് അത് തകർക്കാനുള്ള സാങ്കേതിക വിദ്യകൾ അവരുടെ കൈവശം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അത് തകർക്കപ്പെടാതിരുന്നതെന്നായിരുന്നു ഇതിനുള്ള ഒമറിന്റെ മറുപടി. പിന്നീട് 2001 താലിബാൻ ഭരണം അവസാനിച്ചതോടെ 2002 അധികാരത്തിൽ വന്ന ഹമീദ് കർസായി ഈ സംഭവത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് ഇത് പുനർനിർമ്മിക്കാൻ പദ്ധതിയിട്ടു. പ്രതിമകൾ തകർക്കാൻ കാരണം താലിബാനിലെ അൽ ഖ്വയ്ദ സ്വാധീനമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതോടെ 2007 ജനുവരിയിൽ കാബൂളിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ട വാർത്തയാണ് പുറം ലോകം അറിഞ്ഞത്. ഇപ്പോൾ നിലവിലുള്ള താലിബാൻ ഭരണകൂടം ഈ പ്രതിമകളെ പുനർനിർമ്മിച്ച് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്നൊക്കെ അഭിപ്രായങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം ഫലവത്താകും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. കാരണം ഇത് പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് താലിബാനിടയിൽ തന്നെ പല അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഭാവിയിൽ എന്നെങ്കിലും പ്രൗഢിയോടെ ആ 2 ബുദ്ധപ്രതിമകൾ അവിടെ പഴയതുപോലെ തന്നെ തലയുയർത്തി നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.